ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഓണക്കാല ആനുകൂല്യ വിതരണം രണ്ടാം ഘട്ടം നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. കുടിശ്ശിക ഉൾപ്പെടെയുള്ള ധനസഹായമാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓണക്കാലത്ത് എത്തിച്ചേരുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിച്ചുകൊണ്ടാണ് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ധനസഹായ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. 59 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന 26 ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല വിധവ ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നു കഴിഞ്ഞു. എന്നാൽ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ഇതുവരെയും തുക എത്തിച്ചേർന്നിട്ടില്ല. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വിതരണം സജീവമാകും. പെൻഷൻ തുകയുടെ വിതരണം സജീവമാകുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നതിലേക്കായി 1105 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം DBT സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്ര വിഹിതം രണ്ടാം ഘട്ടമായി സംസ്ഥാന വിഹിതങ്ങളുടെ വിതരണത്തിന് ശേഷം ആരംഭിക്കുന്നതാണ്. സംസ്ഥാന വിഹിതം മാത്രം ചേർത്ത് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആശ്വാസകിരണം പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് 600 രൂപ ലഭിച്ചുകൊണ്ടിരുന്നത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകിരണം പദ്ധതിയിലെ സാധ്യത തീർക്കാൻ 200 കോടി രൂപ അനുവദിച്ചു. ആശാപ്രവർത്തകർക്ക് 1450 രൂപ ബോണസ് അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് 53 കോടി രൂപ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ വീതം പ്രഖ്യാപിച്ചു. ഓണക്കിറ്റ് വിതരണത്തിൽ പോരായ്മകളില്ല എന്നും സൗജന്യ കിറ്റ് വിതരണം പുരോഗമിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. 75,875 കാർഡ് ഉടമകൾ ഇതിനോടകം ഓണക്കിറ്റ് കൈപ്പറ്റിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ 3.68 ലക്ഷം കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം ഉത്സവബത്ത നൽകാൻ 44 കോടി രൂപയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പുകാർക്ക് 1200 രൂപ നൽകാൻ 85 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ LPG വിതരണ ഏജൻസികളിലെ ജീവനക്കാർക്ക് 2025-26 വർഷത്തെ ബോണസ് എക്സ്ഗ്രേഷ്യയായി 17,850 രൂപ നൽകാൻ ധാരണയായി. ഓണത്തിന് സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് സർക്കാർ 1250 രൂപ ഉത്സവബത്ത അനുവദിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ വിരമിച്ച പെൻഷൻകാർക്കും തുക ലഭിക്കും. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ചിരിക്കുകയാണ്. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവബത്തയായി 3000 രൂപ നൽകും. അതേസമയം സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപ അഡ്വാൻസും അനുവദിച്ചിട്ടുണ്ട്. പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് 6000 രൂപ അഡ്വാൻസും ലഭിക്കും. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പ്രവാസി ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വിതരണം 1 മാസത്തേത് മാത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പെൻഷൻ തുക ഒട്ടുമിക്ക ഗുണഭോക്താക്കളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ശേഷിക്കുന്ന 2 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയാണ്. ഓണം എത്തിയിട്ടും പ്രവാസി ക്ഷേമ പെൻഷൻ സർക്കാർ നൽകാത്തതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നും പ്രവാസി സംഘത്തിന്റെ പ്രതിഷേധം ഉയരുകയാണ്. പെൻഷൻ കൃത്യമായി നൽകാത്തതിനെ തുടർന്ന് തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുമെന്ന് കേരള പ്രവാസി സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. 3 മാസത്തെ പ്രവാസി പെൻഷനാണ് UDF സർക്കാർ കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. അടിയന്തരമായി പെൻഷൻ അനുവദിച്ചില്ല എങ്കിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ഓണത്തോടനുബന്ധിച്ച് 1 ഗഡു പെൻഷൻ തുകയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.